ദിലീപേട്ടൻ്റെ കാൽക്കൽ വെക്കുന്നതാണ് ഈ സിനിമ. ബിഗ് ഫാൻ ഓഫ് ദിലീപേട്ടൻ. ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. ദിസ് ഇസ് മൈ ഫാൻ മൂവി. എല്ലാവർക്കും നമസ്കാരം. മീഡിയ സുഹൃത്തുക്കൾക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു നന്ദി അല്ലെങ്കിൽ സന്തോഷം പറയുന്നു. ഇത്രയും വലിയൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക് യു. ബിൻഡോ, ഷാരിസ്, ലിസ്റ്റിൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ദിലീപേട്ടനുമായിട്ട് ഞാൻ ജീവിതത്തിൽ അവസാനം ചെയ്ത സിനിമ മിസ്റ്റർ ബട്ട്ലറാണ്. ഞാൻ ഇന്ന് കുറച്ച് മുമ്പാണ് അതിലൊരു 100 സിനിമകൾ ഞാൻ കാത്തിരിക്കേണ്ടി വന്നു ദിലീപേട്ടൻ്റെ കൂടെ ചെയ്യാൻ, അടുത്ത പടം ചെയ്യാൻ. ദിലീപേട്ടൻ്റെ 50ാമത്തെ സിനിമയായിരുന്നു മിസ്റ്റർ ബട്ട്ലർ. ഇത് 150ാമത്തെ സിനിമയാണ്. അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിപ്പോയി. ദിലീപേട്ടനും ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് ഡയറക്ഷനൊക്കെ പഠിച്ച് നിൽക്കുന്ന സമയം മുതൽ എനിക്ക് ദിലീപേട്ടനുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. മഴയത്ത് മുമ്പേ കമൽ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ദിലീപേട്ടൻ. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ സിനിമ നടനായിട്ട് മാനത്തെ കൊട്ടാരത്തിലേക്ക് കടന്നു. അതിൻ്റെ റിലീസിൻ്റെ തലേദിവസം കമൽ സാറിനോട് പറയാമെന്ന് അന്ന് എൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിരുന്നു ദിലീപേട്ടൻ അന്ന്. അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഡയറക്ഷൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കാണ് ദിലീപേട്ടൻ ക്യാമറയുടെ സൈഡിൽ ലുക്ക് തന്നത്. നമ്മളെല്ലാവരും ലുക്ക് തരുമല്ലോ സൈഡിൽ, അങ്ങനെ തന്നത്. അതൊക്കെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ജോണി ചേട്ടാ പാവം പോലെ ഇരിക്കുക, ഇവിടെ കയറി എന്തോ വലിയ ബോംബ് പൊട്ടിക്കാനുള്ള സിദ്ദിഖിക്ക, താങ്ക് യു സോ മച്ച്. ആൻഡ് പുതിയ 2 നായികമാരെ നമ്മുടെ സിനിമാ ലോകത്തിന് കിട്ടിയിരിക്കുന്നു. ഒട്ടും മോശമല്ല, 2 പേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ റാണി 1-2 സീനിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല അന്ന് ഇത്രയും നല്ല പെർഫോമറാണ്. സിനിമയിൽ വന്നപ്പോൾ എന്താ മാറ്റം എന്നറിയോ, സൂപ്പറായിരുന്നു, നന്നായിരുന്നു. അതുപോലെ തന്നെ രാഗേന്ദു കിരണങ്ങളോട് വീശിയില്ല, നന്നായിരുന്നു. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അതാണ്. ഓക്കെ, ജോസൂട്ടി, എല്ലാവരും ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യൻസിനും, പ്രൊഡക്ഷനിലുണ്ടായിരുന്ന നമുക്ക് ചായ തന്ന ചായ മാസ്റ്റർ ഉൾപ്പെടെയുള്ള മേക്കപ്പ് ക്രൂ, മൊത്തം ക്രൂ, എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുന്നു. ഞാൻ പെട്ടെന്ന് ചാടിക്കയറി ഇവിടെ ഈ മൈക്ക് വാങ്ങിയത് ഞാനൊരു ഷൂട്ടിൻ്റെ ഇടയിൽ നിന്നാണ് വന്നത്. സോ അവരെല്ലാവരും എനിക്കവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ദിലീപേട്ട ഞാൻ അതിക്രമിച്ച് കയറിയത്. എല്ലാവർക്കും സോറി പറഞ്ഞുകൊണ്ടും സന്തോഷം പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ലിസ്റ്റിൻ, താങ്ക് യു. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷം. ഒരു സംവിധായകനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യുന്ന സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക, ജനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം അതിപ്പോൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ മലബാർ തിയേറ്റർ വിസിറ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൗണ്ടൊന്നും ഇല്ലായിരുന്നു, കാരണം ആളുകൾ അത്രയും സന്തോഷമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ദിലീപേട്ടനൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, അത്രയധികം സന്തോഷമാണ് ജനങ്ങളിലുള്ളത്. അപ്പോൾ ഈ നിമിഷം ഇവിടെ പറയുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഞാനും ഷാരിസും കൂടിയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. ലിസ്റ്റിൻ ബോയ് എന്ന പ്രൊഡ്യൂസർ ഞങ്ങളുടെ കൂടെ വന്നതോടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് ധൈര്യം തന്ന ആളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന പ്രൊഡ്യൂസർ. ഇവിടെ ദിലീപ് എന്ന് പറയുന്ന ആക്ടർ ഞങ്ങൾക്ക് ഡേറ്റ് തന്നെടുത്താണ് ഈ സിനിമയുടെ വിജയം. ഈ നിൽക്കുന്ന സന്തോഷം, ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം, ജനപ്രിയൻ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന ദിലീപേട്ടൻ തന്ന ഡേറ്റിൽ ദിലീപേട്ടൻ നമ്മളോട് നിന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഫാമിലി ഓഡിയൻസിന് വേണ്ടിയാണ് ഈ സിനിമ ചെയ്യുന്നതെന്ന് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന പേര് പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുമെന്ന് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. നമ്മൾ പോകുന്ന തിയേറ്ററുകളിലും എല്ലാം റെസ്പോണ്ട് അത് തന്നെയാണ്. എല്ലാവരും ഫാമിലിയോട് വന്ന് സിനിമ കണ്ട് ചിരിക്കുകയും കൈയടിക്കുകയും കഥാപാത്രത്തോടൊപ്പം പോവുകയും ചെയ്യുന്നത് നേരിട്ട് കാണുമ്പോൾ വളരെയധികം സന്തോഷം. നമസ്കാരം. ബിന്ദു പറഞ്ഞ പോലെ ഞങ്ങൾ നന്ദി പറയാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വി ആർ ഡീപ്ലി ഹംബിൾഡ്, വി ആർ സിൻസിയർലി ഹംബിൾഡ് ബൈ ദ റിസൾട്ട്. ഞങ്ങൾ വളരെ ചെറുതാവുന്നൊരു വേദിയാണിത്, വളരെ വളരെ ചെറുതാവുന്ന സിനിമ എന്നൊരു മാജിക്കിന് മുന്നിൽ ഒരു വെള്ളിയാഴ്ച ഈ ടീം വളരെ ഹംബിൾഡ് ആവുന്ന ഒരു നിമിഷമാണത്.
ഒരുപാട് സന്തോഷം. അധികമൊന്നും പറയാനില്ല. ഞങ്ങളിതിൻ്റെ ലോഞ്ചിന് പറഞ്ഞിരുന്നു മെയ് 9 സിനിമ സംസാരിക്കുമെന്ന്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രേക്ഷകർ തരുന്നൊരു അതിവൈകാരികതയുണ്ട്. ആ അതിവൈകാരികത നമുക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തട്ടുന്നു. അധികമൊന്നും പറയാനില്ല. 2011 വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന യുവരാജും ഹർഭജനും ഒക്കെ പറഞ്ഞു ഈ വിജയം സച്ചിന് വേണ്ടിയിട്ടാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഈ സക്സസ് വേദിയിൽ നിന്നും ഞങ്ങൾ ആസ് എ ടീം ഞങ്ങൾ പറയുന്നു ഈ വിജയം ദിലീപേട്ടന് വേണ്ടിയിട്ടാണ്. എൻ്റെ തലമുറയുടെ ബാല്യവും കൗമാരവും യൗവനവും മനോഹരമാക്കിയ ഒരു നടന്, ഒരു അതുല്യ നടന്, ആ തലമുറയിൽപ്പെട്ട ഏറ്റവും എളിയവനായ ഒരു ആരാധകൻ ദിലീപേട്ടൻ്റെ കാൽക്കൽ വെക്കുന്നതാണ് ഈ സിനിമ. എനിക്ക് സ്ക്രീനിൽ മാത്രമേ എനിക്ക് എഴുതാൻ അറിയുള്ളൂ. ഇത് പറയുന്ന ഒന്നും സെൻസേർഡ് അല്ല, എവിടെന്നോ വരുന്നതാണ്. ഇതിൻ്റെ പൂജയ്ക്ക് പറഞ്ഞതോടെ തന്നെ ഞാൻ പറഞ്ഞു നിർത്തുന്നു. ബിഗ് ഫാൻ ഓഫ് ദിലീപേട്ടൻ. ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. ദിസ് ഇസ് മൈ ഫാൻ മൂവി. താങ്ക് യു ഓൾ ലിസണേഴ്സ്. താങ്ക് യു. 2 പേരുകൾ, മഞ്ജു ചേച്ചി, ജോണി ചേട്ടൻ, സിദ്ദീഖ, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ബിന്ദു ചേച്ചി. പിന്നെ വളരെ സന്തോഷത്തോടെ ലിസ്റ്റിൻ ചേട്ടൻ മലയാള സിനിമയിൽ അവതരിപ്പിക്കുന്ന 3 പേരുണ്ട്. ബിൻഡോ സ്റ്റീഫൻ, നായിക സനൽ ദേവ്, മ്യൂസിക് ഡയറക്ടർ. സോ വലിയൊരു താങ്ക്സ് ലിസ്റ്റിൻ ചേട്ടൻ, ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.